അഹ്ലൻ വസഹ്ലൻ യാ റമദാൻ. വിശുദ്ധമായ മാസത്തെ വിശ്വാസി ലോകം വലിയ പ്രതീക്ഷയോടെ ഭക്തി നിർഭരമായ മനസ്സോടെ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ നന്മയ്ക്കും ഓരോ കർമ്മങ്ങൾക്കും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസം. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് എന്ന ഖുർആനിക വചനം നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പ് അത് കേവലം പകൽ സമയത്തെ ആഹാരം വെടിഞ്ഞുകൊണ്ടുള്ള, വെള്ളം പാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അത് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ എല്ലാം ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല മനുഷ്യനായി ഒരാളെ പരുവപ്പെടുത്താനുള്ളതാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നോമ്പിൻ്റെ അന്തസത്ത, അതിൻ്റെ റൂഹ്, അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത് തഖ്വയാണ്. ആ തഖ്വ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ഏറ്റവും അമൂല്യമായ ഒരു വിശേഷണമാണ്. തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സ്വർഗം നൽകുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് എന്ന ഖുർആനിക വചനം നമ്മെ അറിയിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല, അവൻ്റെ ബാഹ്യമായ രൂപങ്ങൾ മാത്രമല്ല, ആന്തരികമായിട്ടുകൂടി ഒരു മനുഷ്യൻ നവീകരിക്കപ്പെടണമെന്നതാണ്. ആന്തരികം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. ആ മനസ്സാണ് ഒരു മനുഷ്യനെ നിർണ്ണയിക്കുന്നത്. മനസ്സ് നന്നാവുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ വാക്കുകൾ നന്നാവുന്നത്, ഒരു മനുഷ്യൻ്റെ പ്രവൃത്തികൾ നന്നാവുന്നത്. അവൻ്റെ നടത്തവും അവൻ്റെ ഇരുത്തവും അവൻ്റെ ഈ ജോലിയും അവൻ്റെ യാത്രയും അവൻ്റെ ജീവിതവും അത് നന്മയുള്ളതാവുന്നത് അവൻ്റെ മനസ്സുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരു സൂറത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചത്, ഹൃദയത്തെ സംസ്കരിച്ചവൻ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവൻ, ഖദ് അഫ്ലഹ, അവൻ തീർച്ചയായും വിജയിച്ചു. വഖാബ മൻ ദസ്സാഹ, ആ ഹൃദയത്തെ മലിനപ്പെടുത്തിയവൻ, കറകൾ പുരണ്ട് തിന്മകളുടെ, പാപങ്ങളുടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി നന്മയില്ലാത്ത ഒരു മനസ്സിനെയാണോ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്കിൽ വഖദ് ഖാബ, അവന് പരാജയമുണ്ട് എന്ന് ഖുർആൻ അടിവരയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്ക് നോമ്പ് അത് ഏറ്റവും വലിയൊരു ട്രെയിനിങ്ങാണ്. ഒരു ആത്മവിചാരത്തിൻ്റെ, ആത്മവിമർശനത്തിൻ്റെ, സ്വയം വിചാരണയുടെ ഒരു നാളുകളാണ് യഥാർത്ഥത്തിൽ റമദാനിലെ രാപ്പകലുകൾ. ഇവിടെ മനുഷ്യൻ അവൻ സ്വയം വിചാരണയ്ക്ക് വിധേയനാവണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾക്കുള്ള യഥാർത്ഥമായ വിചാരണ വരാനിരിക്കുന്നുണ്ട്. ആ വിചാരണയുടെ ലോകത്ത് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മറ്റ് ഒരു സഹായവും ലഭിക്കില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങൾക്ക് എത്ര ധനങ്ങളുണ്ടെങ്കിലും എത്ര സമ്പത്തുകളുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് ഉപകരിക്കില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങൾക്ക് എത്ര മിടുക്കരായ, ആരോഗ്യമുള്ള, അധികാരമുള്ള, സ്വാധീനമുള്ള മക്കളുണ്ടെങ്കിലും ആ മക്കളൊന്നും നിങ്ങളെ സഹായിക്കാനെത്തില്ല. അങ്ങനെയുള്ളൊരു ലോകം, ആ ലോകത്താണ്
യഥാർത്ഥമായ വിചാരണയെ മനുഷ്യൻ നേരിടേണ്ടി വരുന്നത്. ആ വിചാരണയുടെ ലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹാസിബു, നിങ്ങൾ സ്വയം വിചാരണക്ക് നിങ്ങളുടെ മനസ്സിനെ വിധേയമാക്കണമെന്നതാണ്. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അവൻ സ്വയം നല്ലവനാണെന്ന് ചമയുന്നത്. വലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെ നിങ്ങൾ മഹത്വവൽക്കരിക്കരുത്. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ ഏറ്റവും നല്ല സംസ്കാരമുള്ളവരാണ്, സംസ്കരിക്കപ്പെട്ട ശരീരമാണ് എന്ന് നിങ്ങൾ വിധിക്കരുത്. മറിച്ച് മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് അത് പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ പേടിയുടെയും രണ്ടിൻ്റെയും ഇടയിലാണ്. ബൈനൽ ഖൗഫി വർ റജാ, പ്രതീക്ഷ ഒരു ഭാഗത്ത് മനുഷ്യന് കാണും. ആ പ്രതീക്ഷക്കൊപ്പം തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അരുതായ്മകളെക്കുറിച്ചുള്ള പരിഭവങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ എല്ലാം തികഞ്ഞവനാണ് ഞാൻ, എനിക്ക് അള്ളാഹുവിനോട് ഒരു കടപ്പാടുമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ചില അഹംബോധങ്ങൾ, ചില ലോകമാന്യങ്ങൾ, അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അത് പിശാച് നമ്മുടെ ഉള്ളിൽ നൽകുന്ന ബോധ്യങ്ങളാണ്. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ മനുഷ്യന് പാപങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാവും. ആ പാപങ്ങൾ പൊറുപ്പിക്കണമെന്ന് മനുഷ്യന് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ വിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. നിരന്തരം ഒരു വിശ്വാസി നിസ്കാരങ്ങൾക്ക് ശേഷവും തറാവീഹുകൾക്കിടയിലൊക്കെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം, അതിൻ്റെ പൊരുളെന്താണ്? അത് അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കൊണ്ട് അസ്അലുക്കൽ ജന്ന, സ്വർഗത്തെ നമ്മൾ ചോദിക്കുകയാണ്. അഊദു ബിക മിനന്നാർ, നരകത്തെ തുടർന്ന് നമ്മൾ കാവൽ തേടുകയാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് സംഗതിയാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുക എന്നത്, അതാണ് കലിമത്തു തൗഹീദ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് ഒരു അടിമ പശ്ചാത്തപിക്കുന്ന ഒരു രീതി, ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഒരു വിശ്വാസി റമദാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ അതിൻ്റെ ഉൾസാരങ്ങൾ. മറിച്ച് രണ്ട് പ്രാർത്ഥനകൾ, ഒന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന തേട്ടമാണ്, അത് അസ്അലുക്കൽ ജന്ന, സ്വർഗത്തെയാണ് ചോദിക്കുന്നത്. സ്വർഗം ഒരു മനുഷ്യൻ്റെ തറവാടാണ്. സ്വർഗം ഒരു മനുഷ്യന് തിരിച്ചു പോകാനുള്ള വീടാണ്. അതുകൊണ്ടൊരു വിശ്വാസിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സ്വർഗതേട്ടം എന്നത്. മറ്റൊന്ന് അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്നുള്ള കാവൽ തേടലാണ്. നരകത്തിൽ നിന്ന് കാവൽ തേടുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അജണ്ടയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ വിശുദ്ധമായ റമദാൻ അത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രയോഗിക്കാൻ, അതിലെ സമയങ്ങളെ വിനിയോഗിക്കാൻ, ആ സമയങ്ങളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.